എൻ്റെ പേര് പരിചയപ്പെടുത്തി. ഉബൈദാണ്, സ്ഥലം കണ്ണൂരാണ്. അപ്പൊ എന്നാൽ ഈ ഒരു മേഖലയിൽ ഒരു AC ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഞാൻ അമൃത്സർ ടീമിൽ ഇതിനു മുന്നേ 1-2 പ്രാവശ്യം കൂടി വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ പ്രൊഫൈലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതിൽ പറയുന്നില്ല. എന്തായാലും നമ്മളൊക്കെ ഒരു തീരുമാനം, ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാം, ഈ ഒരു മൈലേജ് സ്റ്റൈലിൽ കൂടി നിന്നാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാം എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടായത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾക്കത് മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഈ ഒരു മീറ്റിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അതായത് വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്ത് നമ്മൾ വന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യഘട്ടത്തിൽ ചെയ്യണം. നിർബന്ധമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോ അതൊന്ന് ഓർമ്മപ്പെടുത്താമെന്ന് വിചാരിക്കണം. അപ്പോ നമ്മള് കമ്പനിയെ നമുക്കറിയാം, MLS മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെ, ഇതാണ് നമ്മുടെ കമ്പനിയുടെ പേര്. കമ്പനിക്ക് ഒരുപാട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ലെ, അടിപൊളി നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളുണ്ട്, നല്ല വരുമാനം തരുന്ന ഇൻകം പ്ലാൻ ഉണ്ട്. ഇതൊക്കെ ഓക്കെ ആണ്. ബാക്കി തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ കമ്പനിക്ക് ഒരു ട്രാക്ക് ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന്റെ കൂടെ നമ്മളും കൂടി കയറി നിന്നാൽ നമ്മൾ എവിടേക്കാണോ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ സ്ഥലത്ത് നമ്മളെ കമ്പനി കൊണ്ടെത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കമ്പനിയുടെ കൂടെ നിൽക്കുക, ലീഡേഴ്സിന്റെ കൂടെ നമ്മൾ ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത ആളാണ്. MLS ഈ കമ്പനിയുടെ മൈൽസ്റ്റോണിലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്ത ആളുകളാണ് നമ്മളൊക്കെ. അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ റീറ്റെയിൽ നമ്മളൊന്ന് ചെയ്യണം, നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് റിക്രൂട്ട്മെന്റ് നമ്മൾ ചെയ്യണം അല്ലെ, റിക്രൂട്ട്മെന്റ്. അതുപോലെ തന്നെ റീറ്റെയിനിങ് എന്ന് പറയും. ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഈ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ റീറ്റെയിൽ എന്ന് പറയുന്നത്, നമ്മൾ റീറ്റെയിൽ ചെയ്യണം. എന്തിനാ റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. ഇപ്പോ ഈ അടുത്ത കാലത്ത് നമുക്ക് 4 പുതിയ പ്രൊഡക്റ്റുകൾ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒക്കെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അല്ലെ. അപ്പോ നല്ല റിസൾട്ട് കിട്ടുന്നത്, ഇതുവരെ നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റുകൾക്ക് നല്ല റിസൾട്ട് ആണ്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഇറങ്ങിയ പ്രൊഡക്റ്റും ഞാൻ ഉപയോഗിച്ച സമയത്തൊക്കെ നല്ല റിസൾട്ട് ആണ്. അപ്പൊ കമ്പനി ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ നമുക്ക് ചെയ്യാം, റീറ്റെയിൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കസ്റ്റമർ നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കണം. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കസ്റ്റമർ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്. അപ്പോ എങ്ങനെയാണ് കസ്റ്റമർ നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെ? നമ്മൾ നെറ്റ്വർക്ക് ഉണ്ടാക്കേണ്ടത് നമ്മളെ കുടുംബത്തിലുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യാം, നമ്മളെ ഫ്രണ്ട്സിലുള്ള കൂട്ടുകാരിലുള്ള ആളുകളെ നമ്മളൊന്ന് സെലക്ട് ചെയ്യാം, നമ്മളെ അയൽപക്കത്തുള്ള ആളുകളെ നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ആളുകളായിട്ട് നമ്മൾ മറ്റുള്ള മേഖലയിലുള്ള ഒരുപാട് ആളുകളായിട്ട് നമ്മൾ ബന്ധങ്ങളുണ്ട്. ആ ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പരിചയപ്പെടുത്തി കൊടുക്കണം. ഇത് നമ്മൾ ചെയ്താലേ നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ. ഇല്ലാതെ, നെറ്റ്വർക്ക് ഇല്ലാതെ നമുക്ക് ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിൽ നമുക്ക് എന്തില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ കയ്യിൽ കിട്ടിയ പ്രൊഡക്റ്റ് ഒന്ന് നമ്മൾ ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഒരു കസ്റ്റമർ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് ആ ആളുകളിലേക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റുകൾ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരാളെ ഒരു കസ്റ്റമർ അടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആദ്യം നമ്മളൊരു കസ്റ്റമർ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി, ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തു, നമ്മൾ ഒരാളെ കാണാൻ പോകുന്നു, വീട്ടിൽ കാണാൻ പോകുന്നു. പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പാലിക്കേണ്ട കുറച്ച് മര്യാദകളല്ല, കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ ഒരാള് ഒരു അപ്പോയിന്റ്മെന്റ് തന്നു, നമ്മൾ ആ സമയത്ത് നമ്മൾ അയാളെ വീട്ടിൽ പോയി, നമ്മൾ പോയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും നമ്മളെ പ്രൊഡക്റ്റോ നമ്മുടെ ഈ ബിസിനസിന്റെ പ്ലാനോ നമ്മൾ ഒരിക്കലും പരിചയപ്പെടുത്തരുത്. പോയ ഉടനെ തന്നെ നമ്മൾ പറയരുത്. നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് സംസാരങ്ങൾ സംസാരിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പോയി കഴിഞ്ഞാൽ അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അതായത് എന്താണ് ജോലി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫാമിലി, എങ്ങനെയാണ് അതൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളല്ല, കുറച്ച് കോമൺ ആയിട്ട് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. അങ്ങനെ ഒരു കോമൺ ടോക്ക്, ഒരു കോമൺ ആയിട്ട് നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ മനസ്സിലാക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മൈൻഡ് ആ വ്യക്തിയെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയുള്ള ഒരു മൈൻഡ് ആയിരിക്കണം നമ്മുടെ. കാരണം ആ വ്യക്തിക്ക് എന്താണ് ആവശ്യം, നീഡ് ക്രിയേഷൻ എന്ന് പറയും അല്ലെ.
നമ്മള് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാല് ആ വ്യക്തിക്ക് എന്താണ് ആവശ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് ആദ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു കോമൺ ആയിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വ്യക്തിക്ക് എന്താണ് ആവശ്യമുള്ളത്? പ്രൊഡക്റ്റ് ആണോ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ബിസിനസ് ആണോ, വരുമാനം ബിസിനസ് ആണോ ആവശ്യം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്? ആ വ്യക്തിക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുക്കാം. എനിക്ക് പ്രൊഡക്റ്റ് ആണ് നമുക്ക് ആവശ്യം എന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് നമ്മൾ പറയണം. അവിടെ നമ്മൾ ബിസിനസ് പറയണം. ബിസിനസ് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് പറഞ്ഞാൽ മതി. ഇനി അതല്ല, അയാൾക്ക് ബിസിനസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന ആളാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ നമ്മൾ കൊടുക്കണം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ആളുകളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കുക എന്നുള്ളത് അല്ലെ? അങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ ഒരു കസ്റ്റമർ നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്തിനാണ് നമ്മൾ റീറ്റെയിൽ നമ്മൾ ചെയ്യേണ്ടത്? അതിന്റെ ആവശ്യകത എന്താ? കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബിസിനസ് നമ്മൾക്കറിയാം, ഇവിടെ വന്നാല് 2 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ നമുക്ക് ലക്ഷങ്ങൾ കോടികളൊന്നും സമ്പാദിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു മോഹന വാഗ്ദാനങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. നമ്മളെന്താ പറയുന്നത്? ഇവിടെ നിങ്ങൾ ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം നിങ്ങൾ കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് വരുമാനം ഇവിടെ കിട്ടുന്നുള്ളതാണ്. ഒരു കാരണവശാലും നമ്മൾ 1 മാസം കൊണ്ട് നീ അടുത്ത മാസം നിന്റെ അക്കൗണ്ടിലേക്ക് ഇത്ര ലക്ഷങ്ങൾ വരും എന്നൊന്നും പറഞ്ഞിട്ടല്ല നമ്മൾ ഒരാളെ ഇവിടെ നമ്മള് കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എന്തിനാണ് നമ്മൾ റീറ്റെയിൽ ചെയ്യേണ്ടത് അല്ലെ? എന്തിനാ ചെയ്യേണ്ടത്? ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാല് നമുക്ക് ആദ്യം പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്കൊരു വരുമാനം വേണം അല്ലെ? നമുക്ക് ആ വരുമാനം നമ്മൾ ഏതിൽ കൂടെ ഉണ്ടാക്കണം? നമ്മൾ റീറ്റെയിൽ ചെയ്തിട്ടുണ്ടാക്കണം. ഈ റീറ്റെയിൽ ചെയ്ത് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പിടിച്ചു നിന്ന് മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റൂ അല്ലെ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ വിട്ടേച്ച് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ വരുമാനം കിട്ടണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് റീറ്റെയിലാണ്. അത് നിർബന്ധമായിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യണം. നമ്മളെ കൂടെ വന്ന് ഓരോ ആളെ കൊണ്ട് റീറ്റെയിൽ ചെയ്യിപ്പിച്ചേ മതിയാവും. ഒന്ന് നമ്മൾ ആ ഫസ്റ്റ് ടൈം നമ്മളെ കയ്യിലേക്ക് ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീറ്റെയിൽ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, റീറ്റെയിൽ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് വളരാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ നമുക്ക് പറ്റും എന്നുള്ളതാണ്. എന്താണ്? റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് അല്ലെ? റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? പല സംശയങ്ങളും കസ്റ്റമർക്ക് ഉണ്ടാവും അല്ലെ? പല സംശയങ്ങളുണ്ടാകും. ആ സംശയങ്ങളൊക്കെ നമുക്ക് തീർത്തു കൊടുക്കാൻ നമുക്ക് പറ്റണം അല്ലെ? നമ്മൾ എന്റെ ഒരു കസ്റ്റമർക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ എന്താണോ ആരോഗ്യ പ്രശ്നം അതിനുള്ള പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്താൽ ഇന്നത് കഴിക്കാം, ഇന്നത് കഴിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാകും, മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കസ്റ്റമർക്ക് അതിനെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ സംശയം ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് അവിടെ സെയിൽസ് എന്ത് ചെയ്യാം? എടുക്കാം. ആ സ്പോട്ടിൽ തന്നെ നമുക്ക് സെയിൽസ് എടുക്കാന്നുള്ളൂ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു കസ്റ്റമർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഇങ്ങനെ പ്രോഡക്റ്റ് നമ്മൾ റീറ്റെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വരിക അല്ലെ? സംശയങ്ങൾ ചോദിക്കുക. നമ്മൾ ആ കസ്റ്റമറായിട്ട് ഇടപഴകുന്ന സമയത്തല്ലേ കസ്റ്റമറായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നമ്മൾ കൃത്യമായി മറുപടി കൊടുക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നമുക്ക് അവിടെ സെയിൽസ് ആണ്. അങ്ങനെ മറുപടി കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കണം. ഇനി ചില ആളുകൾക്ക് എന്ത് ചെയ്യും? പുതിയ ആളുകളൊക്കെ ആണെങ്കിൽ കസ്റ്റമർ ചോദിക്കുന്ന ആ ചില സമയം സംശയങ്ങൾ ചോദിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചില കാര്യങ്ങൾ നമ്മൾക്ക് ചില ഉത്തരം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ? ആ സമയത്ത് നമ്മൾ അവരോട് എന്ത് പറയും? സാറേ, ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ ഒരു ലീഡർ ഉണ്ട്, ആ ലീഡറോട് ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം ഞാൻ ചോദിച്ചതിന് ശേഷം സാറിന് അത് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലീഡറോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ഇതും എന്താണ്? നമ്മൾക്ക് ഒരു കഴിവുണ്ടാക്കി തരുന്ന ഒരു സംഭവം. കാരണം എന്താ? നമ്മള് ആ വ്യക്തി, ആ കസ്റ്റമർ ആ ചോദിച്ച സംശയം ക്ലിയർ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? എന്റെ ലീഡറോട് ആ സംശയം ചോദിക്കും. ആ സംശയം ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ലീഡർ പറഞ്ഞു തരും, എനിക്ക് ആ കാര്യം പഠിക്കാനായി, എനിക്കത് എന്ത് ചെയ്യാം? കസ്റ്റമർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ. ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് ഒരു സ്വയം നമുക്ക് വലിയൊരു സ്കില്ല് നമുക്ക് എന്ത് ചെയ്യാം? വളർത്തിയെടുക്കാം. സ്വയം ഒരു സ്കില്ല് വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ റീറ്റെയിൽ കൊണ്ട് നമുക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് ആളുകളായിട്ട് നമ്മളിങ്ങനെ കസ്റ്റമറായിട്ടൊക്കെ ഇടപഴകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വയം പഠിച്ചെടുക്കാം. വലിയൊരു എക്സ്പീരിയൻസ് അല്ലെ? പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത്. അതായത് ഒരുപാട് ആളുകളായിട്ട് സംസാരിക്കാനുള്ള അതന്നെ ഒരു വലിയൊരു കഴിവാണ് അല്ലെ? പല ആളുകൾക്കും ആളുകൾ ചോദിക്കുന്നത്, നമ്മള് പ്രൊഡക്റ്റ് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് കൊണ്ടു കൊടുക്കുമ്പോൾ അയാളെ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ തെളിഞ്ഞു പോകുമല്ലോ എന്നുള്ള ഒരു പേടിയൊക്കെയുള്ള ആളുകൾ ഉണ്ടാവും.
ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റീറ്റെയിൽ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു പേടിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മൾക്ക് ആദ്യഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ ഒരു വരുമാനം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റീറ്റെയിൽ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സ്കില്ല് നമുക്ക് സ്വയം വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റീറ്റെയിൽ ചെയ്തേ പറ്റും. ഇത് എന്തായാലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്നല്ല, നമ്മൾ എത്ര കാലത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു മൈലേജ് ചെയ്യുന്നു, എത്ര കാലത്തോളം നമ്മൾ റീറ്റെയിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. ഓക്കെ, അടുത്തതാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് അല്ലെ. ഈ ഒരു ബിസിനസ്സിൽ ഫ്യൂച്ചർ കിടക്കുന്നത്, നമ്മളെ ഭാവി കിടക്കുന്നത് എവിടെയാ? റിക്രൂട്ട്മെന്റിലാണ് അല്ലെ. നമ്മൾ ഒരുപാട് ആളുകളെ, ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ നമ്മുടെ ടീമിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് അവർക്ക് ഈ ഒരു അവസരം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ ഒരു ടീം നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നാളുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഗുണം നമുക്ക് അനുഭവിക്കാൻ പറ്റും അല്ലെ. അപ്പോൾ റിക്രൂട്ട്മെന്റ് നമ്മൾ ചെയ്യാന്നുള്ളത് നിർബന്ധം. ഫ്യൂച്ചർ നിങ്ങൾക്ക് നാളെ ഒരു പാസീവ് ഇൻകം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? റിക്രൂട്ട്മെന്റ് നടത്തണം എന്നുള്ളതാണ് അല്ലെ. അതുപോലെ റിക്രൂട്ട്മെന്റ് എങ്ങനെ എടുക്കാം അല്ലെ. ഈ പറഞ്ഞ ആളുകൾ, നേരത്തെ പറഞ്ഞ കസ്റ്റമർ നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കി വെക്കണം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അങ്ങനെ കസ്റ്റമർ നെറ്റ്വർക്ക് നമുക്ക് ഒരുപാട് സ്ഥിരമായിട്ടുള്ള ഒരു കസ്റ്റമർ നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ബിസിനസ് ആവശ്യമുള്ള ആളുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ, നമുക്ക് സ്ഥിരമായിട്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാം. അതിലൂടെ തന്നെ മറ്റുള്ള ബിസിനസ് ആയിട്ട് തന്നെ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ നമുക്ക് എന്ത് ചെയ്യും? ഈ പറഞ്ഞ നമ്മള് നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത ആളുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റിക്രൂട്ട്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോ ചെറിയ ആളുകൾക്ക് ആളുകളോട് ഈ ഒരു ബിസിനസ് ഒക്കെ പറയാൻ എന്തോ ഒരു മടിയും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. നമ്മൾ പേടിച്ചിട്ടൊന്നും നമ്മൾ കാര്യമില്ല അല്ലെ. ഒരു നേരത്തെ പറയാൻ വേണ്ടി നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പേടിക്കേണ്ട എന്നുള്ളതാണ്. റിജക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. നമ്മൾ 100 പേരോട് പറഞ്ഞാൽ അതിൽ 99 പേരും ചിലപ്പോൾ റിജക്ട് ചെയ്തെന്ന് വരാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ റിജക്ഷൻ നമ്മൾ കേട്ടിട്ട് നമ്മൾ പിന്തിരിയാണെന്ന് പറ്റില്ല. കാരണം ഈ ഒരു മേഖല അങ്ങനെയാണ്. പല ആളുകൾക്കും ഫസ്റ്റ് ടൈം അത് എന്ത് ചെയ്യാം, അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ആളുകൾ. കാരണം അവരുടെ മൈൻഡ് പണ്ട് 90കളിലെ അല്ലെങ്കിൽ 80കളിലെ ആ ഒരു മൈൻഡാണ് പല ആളുകളും ഇന്നും ഈ ഒരു മേഖലയെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അവരെ കൺവിൻസ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ പറയേണ്ട ആളുകളോട് നിർബന്ധമായിട്ട് പറയണം. അത് നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ അയൽപക്കത്തായാലും നമ്മുടെ ഫ്രണ്ട്സിനോടായാലും നമ്മൾ പറഞ്ഞിരിക്കണം. നാളുകളിൽ അവരിത് തിരിച്ചറിഞ്ഞ് ഇത് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ കൂടെ വരാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ പറഞ്ഞു വെക്കണം, ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് അവരെ അറിയിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വലിയ ദുഃഖിക്കേണ്ടി വരും. കാരണം നമ്മൾ മാമനോട് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ പറയും മാമനത് ചെയ്യുകയും ചെയ്യില്ല, അല്ലെങ്കിൽ അവരത് ചെയ്യുകയും ചെയ്യില്ല, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു മൈൻഡോട് കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ നാളുകളിൽ നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. കാരണം തരും, ഇത് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് നാളെ അവർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോ നാളെ വേറെ ഏതെങ്കിലും ആളുകൾ വന്ന് അവരെ ജോയിൻ ചെയ്യിപ്പിച്ച് അവര് വലിയ രീതിയിൽ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും നമ്മൾ മേലോട്ട് നോക്കേണ്ടത്. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ ഒരാളെ പോലും നമ്മൾ റിക്രൂട്ട്മെന്റിലേക്ക് ക്ഷണിക്കുന്നതിന് നമ്മൾ ഒഴിവാക്കരുത് എന്നുള്ളതാണ്. എല്ലാവരോടും നമ്മൾ പറയാം. റിജക്ഷൻ നമ്മൾ കേട്ടോട്ടെ. നിങ്ങളുടെ 100 പേരോട് നിങ്ങൾ ബിസിനസ് പറഞ്ഞിട്ട് നോ പറഞ്ഞാലും നിങ്ങൾ 101ാമത്തെ ആളുകളെ കാണാനുള്ള ചങ്കൂറ്റവും പറയാനുള്ള ധൈര്യവും നിങ്ങൾ കാണിക്കണം. ചിലപ്പോൾ ആ 101ാമത്തെ ആളായിരിക്കും നമ്മൾ വിജയിപ്പിക്കാനുള്ള ഒരു കാരണമായിട്ട് വരുന്ന ആളുകൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും അല്ലെ, നമ്മൾ ലോകത്ത് എന്ന് പറഞ്ഞാല് പിന്നെ ഇന്ന് ലോകത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല പേരുകളും അവരൊക്കെ ഈ ലോകം അറിയപ്പെട്ട പേരുകളായിട്ട് മാറിയത് ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചത് അതൊന്നും വകവെക്കാതെ മുന്നോട്ട് പോയത് കൊണ്ടാണ് അവരുടെയൊക്കെ പേരുകൾ ഇന്നും തങ്കലിപികളിൽ ലോകം അറിയപ്പെടുന്നത് അല്ലെ. എത്ര ആളുകളുണ്ട്? തോമസ് ആൽവ എഡിസൺ അല്ലെ, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി. ഇവരൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഒരു ത്യാഗം കണ്ട സമയത്ത് അവർ പുറകോട്ട് പോയിട്ടൊന്നുമില്ല. അതിന്റെ പൂർവാധികം ശക്തിയോടുകൂടി അവർ മുന്നോട്ട് അവരെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോയ സമയത്താണ് അവർക്കൊക്കെ വിജയം കൈവരിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് അവരെ ലോകം ഇന്നും അറിയപ്പെടുന്നത്. എത്രയോ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരൊക്കെ ലോകം ഓർമ്മിക്കുന്നത് അവരന്ന് ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയ സമയത്ത് ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് അത് വിജയിപ്പിച്ചെടുത്ത ആളുകളായി മാറിയത് കൊണ്ടാണ് ഇന്ന് ലോകം അവരൊക്കെ ഓർമ്മിക്കുന്നത്. അപ്പോ ഇതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും കാരണങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അതൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ വിജയിപ്പിക്കാനുള്ള ആളുകൾ ഏതെങ്കിലും ഒരു മൂലയിൽ ഉണ്ടാവും. നമ്മൾ അവരുടെ എത്തിപ്പെടുക എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഉറച്ചൊരു തീരുമാനം, അതുപോലെ തന്നെ എന്താ പറയാ, പേടിക്കാതെ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്.
അല്ലെ? നമ്മളെ പിന്തിരിപ്പിക്കുന്ന ആളുകൾ, നമ്മള് ഇതിനകത്ത് നമ്മളെ പിന്തിരിപ്പിക്കുന്ന 2 ടൈപ്പ് ആളുകളാണ്. ഒരു ടൈപ്പ് ആളുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ചെയ്യുന്നത് ചെയ്യാൻ ധൈര്യപ്പെടാത്ത ആളുകൾ, അല്ലെ? നമ്മള് ചെയ്യുന്ന കാര്യം ചെയ്യാൻ ധൈര്യപ്പെടാത്ത ആളുകൾ ഒന്ന്. രണ്ടാമത്തെ പറഞ്ഞാല് നമ്മളെ വിജയത്തില് ഭയപ്പെടുന്ന ആളുകൾ. അവൻ വിജയിച്ച് പോവോ, വലിയ പൈസക്കാരനായി പോവോ എന്ന് നോക്കിക്കാണുന്ന ആളുകൾ ഉണ്ടാവും. അസൂയയോടെ നോക്കിക്കാണുന്ന ഈ 2 ടൈപ്പ് ആളുകളാണ് നമ്മൾ പിന്തിരിപ്പിക്കുക, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പിന്തിരിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട, മൈൻഡ് ചെയ്യേ വേണ്ട. നെഗറ്റീവിനൊക്കെ നമ്മൾ അങ്ങ് തള്ളി വിടാന്നുള്ള, നാളുകളിൽ അവർ പോസിറ്റീവായിട്ട് വരുന്ന ഒരു കാലഘട്ടം നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മളിലൂടെ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് നെഗറ്റീവ് പറഞ്ഞ ആളുകൾ നമ്മൾ പോസിറ്റീവായിട്ട് അവർ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ നമുക്ക് കഴിയണം എന്നുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, റിക്രൂട്ട്മെന്റ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും നമ്മൾ പറയാം, ഒരു മടിയും കൂടാതെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ബിസിനസ്സും പ്രൊഡക്റ്റും നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ടീം നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക, നാളെ നമ്മൾ 2 ദിവസമോ ഒരാഴ്ചയോ നമ്മൾ കടന്നു പോയാലും നമ്മളെ പോക്കറ്റിലേക്ക് വരുമാനം കൂട്ടിത്തരുന്നത് ഈ ഒരു ടീമായിരിക്കും. അതിനു വേണ്ടിയായിരിക്കും നമ്മൾ മൈലേജ് ചെയ്യേണ്ടത്. നമ്മൾ വെറും റീറ്റെയിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാനല്ല, നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് എടുത്തിട്ട് നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ഫാമിലി സേഫ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ആ ഒരൊറ്റ ഉദ്ദേശമായിരിക്കണം നമ്മൾ ഓരോരുത്തരും മനസ്സിലുണ്ടാവേണ്ടത്, അല്ലെ? വേറെ ഒരു മേഖലയിൽ നമുക്ക് ഇങ്ങനെ കിട്ടില്ല. ഞാനൊരു ബാങ്ക് മാനേജർ ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ, ഞാൻ പെട്ടെന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ എന്റെ വൈഫിനെ പിടിച്ചിട്ട് ഞാനിരുന്ന കസേലയിൽ കൊണ്ടുപോയി ഇരുത്തുകയും ചെയ്യില്ല. അവിടെ എന്നെക്കാളും ക്വാളിഫിക്കേഷനുള്ള വേറൊരാൾ വന്ന് അവർ പോസ്റ്റ് ചെയ്യും, അല്ലെ? പക്ഷെ ഇവിടെ നമ്മൾ ഇന്നൊരു ടീം നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ്, നാളെ നമ്മൾ ഈ ലോകത്തില്ലെങ്കിലും ഈ ഒരു ടീമിൽ നടക്കുന്നതിന്റെ ഒരു പ്രോഫിറ്റ് ആർക്ക് കിട്ടും? എന്റെ ഫാമിലി, അല്ലെങ്കിൽ ഞാൻ ആരെയാണോ നോമിനി ആയിട്ട് വെച്ചിരിക്കുന്നത് അവർക്ക് അത് കിട്ടുമെന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പാസീവിംഗത്തിനെ കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അതിനു വേണ്ടിയായിരിക്കും നമ്മൾ ടീം ബിൽഡ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെ? ആളുകൾ നമ്മളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ ഇട്ടേച്ച് അങ്ങനെ പോയിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ, നമ്മളെ ലീഡേഴ്സിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കേട്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എന്റെ ടീമിനും അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിനും എന്ത് ചെയ്യണം, പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെ? ഒരു 4 ഫോർമാറ്റ് ഉണ്ട്. ഒന്ന് ബിൽഡ് എ ടീം എന്ന് പറഞ്ഞിട്ട്, അല്ലെ? ഒരു ടീം ബിൽഡ് ചെയ്യുക, ബിൽഡ് എ ടീം. ഒരു ടീമിന് നിങ്ങൾ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതാണ് ട്രെയിൻ ദ ടീം, അല്ലെ? ആ ടീമിനെ നമ്മൾ പഠിപ്പിക്കണം. കാരണം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾ, ഒരു 90% ആളുകളും ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ അറിയാത്ത ആളുകളാണ്, അല്ലെ? മുന്നേ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ് 90% ആളുകൾ. അപ്പൊ എന്ത് ചെയ്യണം, ഈ മേഖല എന്താണെന്നും ഈ മേഖലയിൽ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കാമെന്നും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണെന്നും ഈ പ്രൊഡക്റ്റ് ആർക്കൊക്കെ ഉപയോഗിക്കാമെന്നും അതിൽ ഉപയോഗിച്ചാൽ കിട്ടുന്ന റിസൾട്ടുകൾ എന്താണെന്നും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടീമിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെ? നമ്മൾ ഈ കാര്യങ്ങൾ ട്രെയിൻ ദ ടീം, നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. നമ്മളെ കൂടെ വന്ന ആളുകൾ നമ്മൾ ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെ? നമ്മളിവിടെ കൂട്ടായിട്ട് വിജയിക്കുന്ന ഒരു മേഖലയായത്, ആരും ഒറ്റക്ക് വിജയിക്കുന്ന ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല. ഒരാൾ എന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അയാളെ ഒരുമിച്ച് വിജയിപ്പിക്കാനുള്ള ഒരു അവസരമാണ് മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ച അതേ കാര്യം നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അവരെ പഠിപ്പിക്കുക, അല്ലെ? പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവരെ എന്തൊക്കെ പഠിപ്പിക്കണം, അവരെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിക്കാം. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ മോർണിംഗ് മീറ്റിൽ അനൗൺസ് ചെയ്യാനും പ്രൊഡക്റ്റ് ഡീറ്റെയിൽ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ടോപ്പിക് പറയാനും അതുപോലെ GTS എടുക്കാനും FSS എടുക്കാനും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ എടുത്ത് അവരെ ടീമിനും എടുത്തു കൊടുക്കുക, സ്വയം എടുക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് നമ്മളെ ടീമിനെ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് മെയിൻറ്റെയിൻ ദ ടീം. ഇവിടെയാണ് പല ആളുകളും പരാജയപ്പെട്ടു പോകുന്നത്. ഒരു ടീം ചിന്നിച്ചിതറി പോകുന്നത് ഈ ഒരു സംഭവം ശരിക്കും കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് പല ടീമുകളും എന്ത് ചെയ്യുന്നത്, പിന്നെ നഷ്ടപ്പെട്ടു പോകുന്നത്. മെയിൻറ്റെയിൻ നമ്മളൊരു ടീമിനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു, ആ ടീമിന് വേണ്ടുന്ന ട്രെയിനിങ് നമ്മൾ കൊടുത്തു, അത് കഴിഞ്ഞ് നമ്മൾ മെയിൻറ്റെയിൻ ദ ടീം, ആ ടീമിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അത് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. കാരണം മെയിൻറ്റെയിൻ ദ ടീം എന്ന് പറയുമ്പോൾ ബെല്ലി സാറ് എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ്, ഒരു ടീം എന്ന് പറയുന്ന സമയത്ത് ആ ടീമിൽ എന്തുണ്ടാവും, പല സ്വഭാവക്കാരുണ്ടാവും, മുരിക്കുണ്ടാവും, മുറുക്കം ഭാവം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും.
10 ആളുണ്ടെങ്കിൽ 10ഉം 10 സ്വഭാവമായിരിക്കും. അപ്പോ ഈ 10 സ്വഭാവത്തെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം ആ ടീമിന്റെ ലീഡർ എന്ന് പറയുന്നത്. അല്ലെ? 10 സ്വഭാവക്കാരും നല്ല രീതിയിൽ ഒരേ രീതിയിലില്ല, ഓരോ സ്വഭാവത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കണം ആ ടീമിന്റെ ലീഡർ. അങ്ങനെയുള്ള ഒരാളാണ് ടീമിന്റെ ലീഡർ എങ്കിൽ ആ ടീമിന് എന്ത് ചെയ്യാൻ പറ്റും? നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ടീമിലുള്ള പല പ്രശ്നങ്ങളൊക്കെ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വലിയ പ്രശ്നങ്ങൾ, ഇതൊക്കെ ടീമിൽ സംഭവിക്കും. കാരണം ഒരു ടീമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പൊ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നം സോൾവ് ചെയ്യുന്ന ആളായിരിക്കണം ലീഡർ, അല്ലെ? അല്ലാതെ അവിടെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളാവരുത് ലീഡർ. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഒരു നമ്മളെ അസോസിയേറ്റ് എടാന്ന് വിളിച്ചാൽ നമ്മളെ ലീഡർ ഈ പോടാന്ന് നമ്മൾ പറയരുത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അയാളങ്ങ് പോകും, നമ്മുടെ ടീമിൽ നിന്ന് പോകും. അപ്പൊ ഒരിക്കലും അങ്ങനെയുള്ള ഒരു സ്വഭാവം നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാ? ടീമിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അതുപോലെ തന്നെ ടീമിൽ എന്ത് ചെയ്യുക? നമ്മളെ സ്വന്തം ടീമുകളായിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? സംസാരിക്കുക എന്നുള്ളത്, അല്ലെ? ചില സ്ഥലത്തൊക്കെ നമ്മൾ കാണാം, ഓപ്പോസിറ്റ് ടീമിലുള്ള ആളുകളൊക്കെ പരസ്പരം വിളിച്ച് അപ്പുറം ഇപ്പുറം കുറ്റം പറയാല്, അല്ലെ? ഈ നമ്മുടെ ടീമിലുള്ള കാര്യങ്ങൾ അപ്പുറത്തെ ടീമിലുള്ള ആളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? കുറ്റം പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും ആ ടീമിൽ പോയാൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ അപ്പുറത്ത് പോയാൽ നല്ലതായിരുന്നു. ഇതൊക്കെ നമുക്ക് തോന്നലുണ്ടാകും. ഒരിക്കലും നടക്കൂല. നമ്മൾ ആദ്യം സ്റ്റഡി ആയാൽ, എവിടെ നമ്മൾ നിന്നാലും നമ്മൾ സ്റ്റഡി ആയാൽ മാത്രമേ എന്തുള്ളൂ, നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലാതെ നമ്മളെ സ്വഭാവം മാറ്റാതെ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ പോയാലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നന്നാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ സ്വയം നമ്മളെ നിയന്ത്രിക്കാനും നമ്മൾ സ്വയം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ആദ്യം തയ്യാറാക്കുക എന്നുള്ളത്. അപ്പൊ ആ രീതിയിലായിരിക്കും നമ്മൾ ടീമിൽ കൈകാര്യം ചെയ്യേണ്ടത്. ടീമിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് ഒരു ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അവരെ കൂടെ നിൽക്കണം. അത് ബിസിനസ്സിൽ എന്നുള്ളതല്ല. നമ്മൾ ഇപ്പോ എന്റെ ടീമിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, അല്ലെ? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, നമുക്ക് ഇടപെടാൻ പറ്റുന്ന കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർ കൂടെ നിൽക്കണം. ആ പ്രതിസന്ധിയിൽ നമ്മൾ കൂടെ നിൽക്കണം. ബിസിനസ്സിൽ മാത്രമല്ല. അങ്ങനെ നമ്മൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ടീമുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോ ആ രീതിയിലാകുമ്പോൾ വലിയ രീതിയിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നല്ല മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പൊ മെയിൻറ്റെയിൻ ദ ടീം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വളരെ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ മൈ ലൈഫിൽ വന്നതിന് ശേഷമാണ് ക്ഷമ എന്ന് പറയുന്നത്, എന്താ പറയാ, ശരിക്കും ക്ഷമിക്കാൻ നാം പഠിച്ചത്. അത്രത്തോളം നമുക്ക് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് മൈ ലൈഫ് എന്ന് പറയുന്നത്, അല്ലെ? ആരും നമ്മൾ എന്ത് ചെയ്യില്ല, എടുത്തു ചാടി നമ്മൾ ഒരിക്കലും കുറ്റം പറയുക, അല്ല അടിക്കാനോ പിടിക്കാനോ ഒന്നും നമ്മൾ പോകില്ല. പോക്കുണ്ടോ? ആരും പോകില്ല. അങ്ങനെ കുറവാ, ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ നമ്മൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ടീമിനൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആ ക്ഷമയൊക്കെ കാണിക്കാൻ നമ്മൾ തയ്യാറായാലും ടീമും നമ്മളോട് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകും. അവരെ ടീമിനോടും അവരെന്ത് ചെയ്യും? ആ രീതിയിൽ പെരുമാറാനൊക്കെ പറ്റും, അല്ലെ? ഇതെല്ലാം ഫുള്ള് കോപ്പി ചെയ്ത് പോകുന്നതാ. നമ്മൾ മുകളിൽ ആള് എന്താണോ നമുക്ക് കാണിച്ചു തന്നത് അതേപോലെ തന്നെയാണ് അതിന്റെ താഴെ വരുന്ന ആളുകളും അത് പിൻപറ്റി പോകുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ടീമിന് എന്ത് ചെയ്യണം? നമ്മളെ റോൾ മോഡലായിട്ട് നമ്മൾ നിൽക്കണം, അല്ലെ? അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം? ടീമിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതാണ് ബിൽഡ് എ ലീഡേഴ്സ്, അല്ലെ? എന്റെ ടീമിൽ ഞാൻ മാത്രം ലീഡർ ആയാൽ മതി, എനിക്ക് മാത്രം വരുമാനം മതി എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി നമ്മൾ നിൽക്കരുത്, അല്ലെ? കാരണം അത് കുറച്ചു കാലം നമുക്ക് സ്വയം ഞാൻ മാത്രം ലീഡറായിട്ട്, അല്ലെ, ആ രീതിയിൽ നമുക്ക് കുറച്ചു കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാല് പിന്നെന്ത് ചെയ്യും? നമുക്ക് ടീമിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു ടീമൊക്കെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒറ്റക്കൊന്നും ടീമിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? ബിൽഡ് എ ലീഡേഴ്സ്. നമ്മളെ ടീമിൽ വന്ന ആളുകളിൽ നിന്ന് ആരെയാണ് ലീഡേഴ്സ് ആക്കേണ്ടത് അവരെ കൂടെ ഓടണം. അവരെ കൂടെ ഓടിയിട്ട് അവരെ ലീഡേഴ്സ് ആക്കി മാറ്റണം. നമ്മുടെ ടീമിൽ കുറച്ച് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഓരോ സ്റ്റെപ്പും ലീഡറായി വന്നതുപോലെ എന്റെ ടീമിൽ വന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? ലീഡേഴ്സ് ആക്കി മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം, അല്ലെ? അങ്ങനെ എന്ത് ചെയ്യണം? അങ്ങനെ കുറച്ച് ലീഡേഴ്സിനെ നമ്മുടെ ടീമിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സ്പീഡായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അല്ലെ? ആണല്ലോ. ഇപ്പോ എന്താ പറയാ, ഒരു വലിയൊരു വണ്ടി ലോറി തള്ളാൻ വേണ്ടിയിട്ട്
ഒരാള് വിചാരിച്ചാൽ സാധിക്കുമോ? ഒരിക്കലും സാധിക്കും. അയാൾക്ക് ഒറ്റക്കാ ഒന്ന് തള്ളിയിട്ട് കുറച്ച് മുന്നോട്ടേക്ക് നീക്കാൻ വേണ്ടി ഒരാൾക്ക് ഒരിക്കലും പറ്റൂല. പക്ഷെ ഒരു 10 ആള് നിന്ന് ഒരുമിച്ച് തള്ളാൻ നിന്നാൽ എന്ത് ചെയ്യും? അവർക്ക് ആ വണ്ടി എന്ത് ചെയ്യും? കുറച്ച് മുന്നോട്ട് തള്ളി നീക്കാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മള് ഈ ഒരു ബിസിനസ്സിൽ എന്ത് ചെയ്യണം? കുറച്ച് ലീഡേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലീഡേഴ്സിനും എന്ത് ചെയ്യുക? കുറച്ച് ഓരോ അവരുടെ ടീമിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യും? കുറച്ച് ഭാരം നമുക്ക് കുറയും, അല്ലെ? അവര് ഓരോ ടീമിലുള്ള ആളുകൾക്കും ഓരോ അതിൻ്റെതായ ലീഡേഴ്സിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ അവരത് ചെയ്തോളും. അവിടെ ട്രെയിനിങ് കൊടുക്കേണ്ടത് അവർ കൊടുത്തോളും, GTS കൊടുക്കേണ്ടത് അവർ കൊടുത്തോളും. ഫീൽഡിൽ പോയിട്ട് ആളുകളെ കാണാനുണ്ടെങ്കിൽ അവർ പോയി ആ ടീമിന്റെ ലീഡേഴ്സ് പോയിക്കോളും. അപ്പൊ ഓരോ ടീമിലും നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഓരോ ലീഡേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഭാരം കുറയും. നമുക്ക് എന്ത് ചെയ്യും? ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓരോ ആളുകൾക്കും ടീം കുറച്ചും കൂടി സ്പീഡായിട്ട് ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നത്, അല്ലെ? അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? ലീഡേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പാസീവ് ഇൻകം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ആസ്വദിക്കാൻ നമുക്ക് പറ്റും, അല്ലെ? പാസീവ് ഇൻകം, അതാണ് ഞാനൊക്കെ ഈ ബിസിനസ്സിൽ വിട്ടുപോകാതെ നിൽക്കുന്നതും ഈ ഒരു പാസീവ് ഇൻകം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം, അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു ടീം ഈ രീതിയിൽ നമ്മുടെ ടീം സെറ്റാക്കി നമ്മൾ എടുക്കണം, അല്ലെ? മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം, അവരെ പഠിപ്പിക്കണം, അല്ലെ? അതുപോലെ തന്നെ അവരെ ലീഡേഴ്സ്, ആ ടീമിലെ ലീഡേഴ്സിനെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ നമ്മളൊരു ടീമിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാളെ നമ്മൾ ഈ ലോകത്ത് ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു വരുമാനം കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് ഇത് മാറുന്നുണ്ട്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? ഇങ്ങനെ ഈ ഒരു ടീം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ പാസീവ് ഇൻകത്തിനെ നമ്മൾ ഓർക്കേണ്ടത്, അല്ലെ? പാസീവ് ഇൻകം എന്താണ്? ഇങ്ങനെ ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഈ ടീമിലൊക്കെ സെയിൽസ് വരുമല്ലോ, അല്ലെ? ഇൻകം പ്ലാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇൻകം പ്ലാൻ. അപ്പൊ ആ ടീമിൽ നടക്കുന്ന സെയിൽസ് എത്രയാണോ ആഴ്ചയിൽ വരുന്നത്, അതിന്റെ ഒരു 12% മാച്ചിങ് ബിയുടെ 12% എന്ത് ചെയ്യും? നാളെ നമ്മൾ ഇല്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം കടന്നു പോയാലും നമ്മുടെ പോക്കറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യും? വരുമാനം വരും എന്നുള്ളതാണ്, അല്ലെ? അങ്ങനെ വരണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് കുറച്ച് കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാകണം. ഇന്ന് കുറച്ച് അത് രാവിലെ എന്ത് ചെയ്യണം? കുറച്ച് ഒരു 6:30 അല്ലെങ്കിൽ 6 മണിക്ക് എണീക്കണം, അല്ലെ? 5 മണിക്ക് എണീക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 6:25 ആകുന്ന സമയത്ത് നമ്മൾ ഈ മോർണിംഗ് മീറ്റിൽ കയറാനുള്ള എല്ലാ സെറ്റപ്പോടും കൂടി നമ്മൾ തയ്യാറായിരിക്കണം. ഇന്ന് നമ്മൾ കുറച്ച് ഉറക്കം ഒഴിയാൻ നമ്മൾ തയ്യാറായാൽ, അല്ലെ? പല ആളുകൾക്കും രാവിലെ എണീക്കേണ്ട 6:30 എണീക്കണല്ലോ, ഇതൊന്ന് സമയം മാറ്റിക്കഴിഞ്ഞാൽ നന്നായിരുന്നു, കുറച്ചും കൂടി ഉറങ്ങായിരുന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ ഇന്ന് നിങ്ങൾ കുറച്ച് ഉറക്കൊക്കെ മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറായാൽ നാളെ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പോക്കറ്റിലേക്ക് വരുമാനം തരുന്ന ഒരു കമ്പനിയാണ് മേനേജർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇന്ന് കഷ്ടപ്പെടണം. ഇന്ന് കഷ്ടപ്പെട്ടതിന്റെ ഒക്കെ ഗുണം നമുക്ക് നാളുകളിൽ നമുക്ക് കിട്ടും, തീർച്ചയാണ്, അല്ലെ? അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം? ഒരു എഫേർട്ട് നമ്മൾ ഇടാൻ നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകുക, ടീമായിട്ട് നല്ല രീതിയിൽ പോകുക എന്നുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ മുന്നേ വന്ന സമയത്ത് ഇത് പറഞ്ഞെന്നാ തോന്നുന്നത്, എന്നാലും ഒന്നും കൂടി പറയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും സാലറിക്ക് നമ്മൾ വർക്ക് ചെയ്യരുത്. ശമ്പളത്തിന് വർക്ക് ചെയ്താല് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വളരാൻ പറ്റൂല എന്നാ എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ. കാരണം ശമ്പളത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകളായി ഇൻസെന്റീവിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. അതായത് കമ്മീഷൻ കിട്ടുന്ന രീതിയിലുള്ള ജോലി ചെയ്യാൻ തയ്യാറാകുന്ന ആളുകൾക്ക് മാത്രമേ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു നിശ്ചിത സാലറി ഉണ്ടാവും, അല്ലെ? മാസത്തിൽ എന്തായാലും നമുക്കൊരു നിശ്ചിത സാലറി ഉണ്ടാവും, ഫിക്സ്ഡ് സാലറി ഉണ്ടാവും. നമ്മൾ ആ സാലറി നമുക്ക് എങ്ങനെയാലും കിട്ടും. അതിനുവേണ്ടി നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ? ഇപ്പൊ ഒരു ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മള് എന്താ പറയാ, ആ ഓഫീസിൽ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ സെയിം ആയിരിക്കും, അല്ലെ? അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തയ്യാറാക്കണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കേണ്ട കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടാവും. ആ ക്രൈറ്റീരിയന്റെ അപ്പുറത്ത് വേറൊരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾക്ക് ആ ക്രൈറ്റീരിയ മാത്രമേ നമുക്ക് പഠിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫിക്സഡ് സാലറിയാണ്, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷെ നിങ്ങൾ ഇൻസെന്റീവിന് വർക്ക് ചെയ്ത് നോക്കേ. ഇൻസെന്റീവിന്, അതായത് നമ്മുടെ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട്, അല്ലെ? അതായത് അവർക്ക് ഒരു ബേസിക് സാലറി ഉണ്ടാവും, അതിന് പുറമെ നിങ്ങൾ ഇത്ര സെയിൽസ് നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത്ര രൂപ കമ്മീഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പല ആളുകളും കമ്മീഷൻ കൂട്ടാൻ വേണ്ടി പല കടകളിൽ പോയി ഒരുപാട് നിർബന്ധിച്ച് പല ഐഡിയകളും പറഞ്ഞല്ലേ
പല ഐഡിയകളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവരെ കൊണ്ട് സെയിൽസ് ഇങ്ങനെ ഓർഡർ ഇങ്ങനെ കൂടുതൽ എടുപ്പിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ആ ഒരു കടയിൽ പോയിട്ട് അവര് വിചാരിച്ചതിനെക്കാട്ടിയും കൂടുതൽ ഓർഡർ കിട്ടാൻ വേണ്ടി അവരെ കഴിവുകൾ, അവരെ ഐഡിയകൾ അവരെ ഉപയോഗിക്കുക. പലതും പറഞ്ഞ് പല ഓഫറും വെച്ച് പല കാര്യങ്ങളും അവരെ മാക്സിമം ബുദ്ധി ഉപയോഗിച്ചിട്ട് ഐഡിയകൾ ഉപയോഗിച്ചിട്ട് അവര് ആ കടയിൽ നിന്ന് അവര് വിചാരിച്ച ആ കടക്കാരൻ തരാൻ വിചാരിച്ച ഓർഡറിന്റെ ചിലപ്പോൾ ഇരട്ടി നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? അയാളെ സ്കില്ലാണ് അവിടെ പ്രവർത്തിപ്പിക്കുന്നത് അല്ലെ, അയാളെ ബുദ്ധിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യും, ഇൻസെന്റീവിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്കില്ല് സ്വയം വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റുമെന്നല്ല. പക്ഷെ ഒരു ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും അയാൾക്ക് സ്ഥിരമായിട്ട് ഒറ്റ കാര്യം ചെയ്യണ്ടോ, ആ കാര്യം മാത്രമേ ചെയ്യൂ, അതിന്റെ അപ്പുറത്തേക്ക് അയാൾ ചിന്തിക്കില്ല. ഇതാണ് ശമ്പളത്തിന് വർക്ക് ചെയ്താലും ഇൻസെന്റീവിന് വർക്ക് ചെയ്താലുള്ള വ്യത്യാസം എന്നുള്ളത്. കാരണം ഇൻസെന്റീവിന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ആ കടക്കാരൻ തരാൻ വിചാരിച്ച ഓർഡറിന്റെ ഇരട്ടി നമ്മൾക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും സെയിൽസ് അയാൾ കിട്ടിയില്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് അവിടെ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് വെച്ചാൽ നമ്മളെ മടി കാണിക്കില്ല. ഇൻസെന്റീവിന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മടി കാണിക്കില്ല. ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്മൾക്ക് ഉഴപ്പിക്കളിയും എല്ലാം ഉണ്ടാവും. കാരണം വെച്ചാല് അതങ്ങനെയാണ്. എങ്ങനെ ചെയ്താലും തട്ടിക്കൂട്ടിയാലൊക്കെ മാസമാകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ശമ്പളം കിട്ടുന്നുള്ള തോന്നല്, അതിന്റെ കൂടെ അപ്പുറത്ത് ഒരുപാട് എഫേർട്ട് എടുക്കാൻ വേണ്ടി അവർ തയ്യാറാവില്ല. പക്ഷെ ഇൻസെന്റീവ് നിങ്ങൾക്ക് ഇത്ര നിങ്ങൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര കമ്മീഷൻ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു പണിയെടുക്കും. ചില സമയം ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ചില സമയം ഫീൽഡിലുണ്ട് പല മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളൊക്കെ അവരെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ പൊരി വെയിലായാലും പൊരി മഴയായാലും എന്തുണ്ടാവും, അവരിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അവര് എന്ത് ചെയ്യും, ഒരുപാട് വർക്ക് ചെയ്യും. അവരെ പരമാവധി എഫേർട്ട് ഇടും. അവർ പരമാവധി ബുദ്ധി ഉപയോഗിക്കും. അവർ പരമാവധി സ്കില്ലൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, പല കടയിൽ 10 കടയിൽ കയറേണ്ട ശേഷം ഒരു ദിവസം 20 കടയിലൊക്കെ കയറിയിട്ടൊക്കെ ഓർഡർ എടുക്കാൻ അവർ തയ്യാറാണ്. അത് എന്തുകൊണ്ടാണ്? അവർക്ക് കൂടുതൽ ചെയ്താൽ എനിക്ക് കൂടുതൽ പൈസ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അവരെ ഫുൾ കഴിവ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഇൻസെന്റീവിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നത് അതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ മൈലേജിനും അല്ലെ. ഇവിടെ നിങ്ങൾ സമയം എത്രത്തോളം നിങ്ങൾ ചെലവഴിക്കുന്നോ, നിങ്ങൾ ബുദ്ധി എത്രത്തോളം നിങ്ങൾ ഉപയോഗിക്കുന്നു. സെയിൽസിന് വെച്ചാൽ ബുദ്ധിയാണ്, കഴിവാണ്, അല്ലാണ്ട് വേറൊരു എന്താ പറയാ ഷോർട്ട് കട്ടോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് സെയിൽസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി ബുദ്ധി ഉപയോഗിക്കുക. ഐഡിയകൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സെയിൽസ് എടുക്കാം അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾ എത്രത്തോളം സമയം നിങ്ങൾ മൈലേജിൽ പ്രയോഗിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം വാങ്ങിക്കാം. നിങ്ങൾക്ക് ആഴ്ചയിൽ 1000 മതിയോ? ആഴ്ചയിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സമയം കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആഴ്ചയിൽ 5000 വേണോ? നിങ്ങൾ ആ 5000 എടുക്കാനുള്ള സമയം നിങ്ങൾ ചെലവഴിക്ക്. ആഴ്ചയിൽ 10,000 വേണോ? നിങ്ങൾ അതിനുവേണ്ടി പണിയെടുക്ക്. നിങ്ങൾ എത്രയാണ് ആഴ്ചയിൽ നിങ്ങൾ 2,10,000 കമ്പനി തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പണിയെടുക്കാൻ തയ്യാറായി തീർച്ചയായും തരും. നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളില്ലേ. അപ്പോ എവിടെയാണ് ഫോൾട്ട് പറ്റുന്നത്? നാളെ ചെയ്യാം, അല്ലെങ്കിൽ അയാളടുത്ത് പോയാൽ നടക്കൂല, നമ്മൾ എന്ത് ചെയ്യും, അവിടെ പോവില്ല. അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ചെയ്യാം, ഇന്ന് പോട്ടെ. ഇന്ന് പോയ ദിവസം എന്ന് പറഞ്ഞാൽ പോയത്. ഇന്നിപ്പോ വ്യാഴാഴ്ച ആണെങ്കിൽ നാളെ ചെയ്യാം, വെള്ളിയാഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ചത്തെ വ്യാഴാഴ്ച ഒറ്റൊരു വ്യാഴാഴ്ചയില്ല. ആ വ്യാഴാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു. ആ വ്യാഴാഴ്ച നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യില്ല. അപ്പോ നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചെയ്യണം. അത് നാളത്തേക്ക് ഒരു കാരണവശാലും നമ്മൾ മാറ്റരുത് അല്ലെ. ആ രീതിയിൽ. അല്ലെങ്കിൽ ഒരാളെ കാണണ്ടെങ്കിൽ അയാളെ കണ്ടാൽ നടക്കൂല എന്നുള്ള മൈൻഡ് പറ്റൂല. നിങ്ങളെ ലിസ്റ്റിൽ അയാളെ പേര് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അയാളെ പോയി കാണണം. അയാൾ യെസ് ഓർ നോ എന്തോ പറഞ്ഞു വിട്ടെ, നോ പ്രോബ്ലം. പക്ഷെ നിങ്ങൾ കണ്ട് നിങ്ങളെ കാര്യം നിങ്ങൾ പറഞ്ഞിരിക്കണം. അയാൾ ചെയ്യോ ചെയ്യാതിരിക്കൊന്നും നമ്മൾ നോക്കണ്ട. നമ്മളെ ലിസ്റ്റിൽ അയാളെ പേരുണ്ടെങ്കിൽ അയാളെ പോയി കണ്ട് നമ്മളെ പ്ലാനും പ്രൊഡക്റ്റും പറഞ്ഞിരിക്കണം. നിങ്ങൾ തിരിച്ചു വന്നു അയാൾ ചെയ്യോ ചെയ്യാതിരിക്കും എന്തോ ചെയ്തോട്ടെ, അതൊന്നും നമ്മൾ നോക്കണ്ട അല്ലെ. അപ്പൊ നമുക്കത് നഷ്ടമുണ്ട്. അയാളോട് പറഞ്ഞത് കൊണ്ട് ഒരു നഷ്ടം നമുക്കില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളത്. ഇതിനുവേണ്ടി സമയം നമ്മൾ കണ്ടെത്തുക. ഇവിടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സമയത്തിന്റെ അപ്പുറത്ത് നമുക്കൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, പരമാവധി സമയം നമ്മൾ എന്ത് ചെയ്യാ ഇവിടെ കൊടുക്കാൻ തയ്യാറ്. പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ വെള്ളം കലർത്തരുത്. പാർട്ട് ടൈം ആണെങ്കിൽ നിങ്ങൾ പാർട്ട് ടൈമിൽ ഫുൾ ടൈം ആയിട്ട് നിങ്ങൾ ചെയ്യണം അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യാ, നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഡെയിലി നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അരമണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്, 1 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളോട് ചെയ്യുന്ന തെറ്റായിട്ട് നമ്മൾ കണക്കാക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കും. നമ്മളെ തെറ്റ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആദ്യം നമുക്കുണ്ടായിരിക്കും. എന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റ് അതെന്റെ ലീഡർ തെറ്റാണ്, അല്ലെങ്കിൽ എന്റെ അസോസിയേറ്റിന്റെ തെറ്റാണ് എന്ന് ചിന്തിക്കുന്നവർക്കൊന്നും ഈ ഒരു ഇവിടെ വർക്ക് ചെയ്ത ഒരു കാര്യം. ആദ്യം നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളത്. എനിക്ക് എവിടെയാണ് ഫോൾട്ട്? ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ഫോൾട്ട് വരാനുള്ള കാരണം എന്താണ്?
അത് ആരാണ് അതിന്റെ കാരണക്കാരൻ, അത് എന്ത് ചെയ്യണം, കണ്ടെത്താൻ നമുക്ക് പറ്റണം. അത് ഞാനാണെങ്കിൽ ഞാൻ സ്വയം തിരുത്താൻ തയ്യാറാണ്. അവിടെ ഈഗോ കാര്യങ്ങളോ നമ്മൾ വെച്ചിട്ടുള്ള ഒരു കാര്യമില്ല. ഇവിടെ ഈഗോ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു പ്രസക്തിയില്ല. ഇവിടെ പരസ്പരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു എന്താ പറയാ ഒരു ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് നല്ല സൗഹാർദ്ദത്തോട് പോയി നമ്മൾ പ്രവർത്തിച്ച് വലിയ വിജയങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു കൂട്ടായ്മയാണ്, അല്ലെ ഒരു അവസരമാണ്. ഇവിടെ നമ്മൾ ഈഗോ വെച്ചിട്ടൊന്നും കാര്യമില്ല. എന്നെക്കാട്ടിയും എന്റെ അസോസിയേറ്റ് വളർന്നു പോയല്ലോ, അല്ലെ, ഞാൻ TC ആണ്, ഞാൻ കൊണ്ടുവന്നാൾ ATC ആയി പോയി എന്നുള്ള ചിന്താഗതിയൊന്നും നമുക്ക് ഉണ്ടാകാൻ നമുക്ക് പറ്റുകയും ചെയ്യില്ല. കാരണം അതിന്റെ ഗുണം നമുക്ക് തന്നെയാണ്. അപ്പുറത്ത് നമ്മള് പിന്നെ കുറച്ചും കൂടി എഫേർട്ട് കൂടുതൽ ഇട്ടാൽ എന്ത് ചെയ്യും, നമുക്ക് ആ റാങ്കിലേക്ക് എത്താം, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കുള്ള റാങ്കിൽ നമുക്ക് എത്താൻ പറ്റും, എളുപ്പമാണ്. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കണം, അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാ, അങ്ങനെ നമ്മൾ ഒരു ഈഗോ ഒന്നും കാണിക്കാതെ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ചെയ്യാന്നുള്ളതാണ്, അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ എന്ത് ചെയ്യാ, പ്രോബ്ലത്തിൽ അല്ലെ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നിൽക്കരുത്. പിന്നെ പ്രശ്നത്തിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കൂടുകയും ചെയ്യും. നമ്മൾ ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് വലിയ സമയം നമുക്ക് വേണ്ടി വരില്ല. പക്ഷെ നിങ്ങൾ പ്രോബ്ലത്തിലാണ് ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിരിക്കാൻ വേണ്ടി ഒരുപാട് സമയം നിങ്ങൾ കളയും അതിന് വേണ്ടിയിട്ട്. പക്ഷെ ഒരു സൊല്യൂഷൻ, ആ വന്ന പ്രശ്നത്തിന് നിങ്ങൾ ഒരു സൊല്യൂഷൻ ആണ് നിങ്ങൾ കണ്ടെത്തുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത്, അല്ലെ. നമ്മള് ഒരു ലക്ഷ്യം നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിൽ എത്തിയിട്ടേ അടങ്ങൂ എന്നുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റും, അല്ലെ. നമ്മൾ പോകുന്ന വഴികളൊക്കെ എന്തായിരിക്കും, ഭയങ്കര കഷ്ടപ്പാടുള്ള വഴികളായിരിക്കും, അല്ലെ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴികളായിരിക്കും. എന്നാലും നമ്മൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം, അല്ലെ. നമ്മള് ഓഫ് റോഡ് റൈഡിംഗ് ഒക്കെ നമ്മൾ കാണാറില്ലേ, അല്ലെ. വലിയ മലമുകളിലൊക്കെ നമ്മള് പിന്നെ വണ്ടിയൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് നല്ല താറിട്ട റോഡാണോ, അപ്രൈസ്ഡ് ടാർ ചെയ്ത റോഡിലൂടെയാണോ നമ്മൾ പോകുന്നത്? അല്ല, വലിയ കല്ലുകളൊക്കെ ഉള്ള ഒരു വഴികളിൽ ഇടകളിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാ, വണ്ടി എടുത്ത് പോകുന്നത്. വലിയ നല്ലൊരു അടിപൊളി സൈസ് എത്തണമെങ്കിൽ, അല്ലെ, നമ്മള് കൊടൈക്കനാലോ അല്ലെങ്കിൽ മറ്റുള്ള അതുപോലെ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് നമ്മൾ അതിന്റെ ഏറ്റവും ടോപ്പിൽ നല്ലൊരു സ്ഥലം, ആ സ്ഥലത്ത് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ആ പോകുന്ന വഴികളൊക്കെ ചില സമയം കുണ്ടും കുഴിയും കല്ലൊക്കെ ആയിരിക്കും. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മള് ആ ഓഫ് റോഡിൽ ആ വണ്ടി എടുത്ത് ആ കല്ലും കുഴിയും ഒക്കെ ഉള്ള ആ റോഡിലൂടെ അല്ലെങ്കിൽ ആ ഇടവഴികളിലൂടെ നമ്മൾ പോകാൻ നമ്മൾ തയ്യാറായാലേ നമുക്ക് അതിന്റെ മുകളിലുള്ള ആ ഒരു സ്ഥലത്ത് പോയിട്ട് അതിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും, അല്ലെ. ഇവിടെ നമ്മുടെ കുണ്ടും കുഴിയൊക്കെ ഉണ്ടെങ്കിലും അതിലൂടെ പോകാൻ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് നമുക്ക് അതിലൂടെ പോകാൻ തയ്യാറാകുന്ന ആളുകൾക്ക് മുകളിലുള്ള ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അല്ലാതെ ഇവിടെ കുഴിയാണ് പിന്നെ കല്ലാണ് ഇവിടെ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നമ്മള് പിന്നെ പുറകോട്ട് പോകാൻ നിന്നാലും ആ ഭംഗി നമുക്ക് ആസ്വദിക്കാനും പറ്റില്ല. അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. നമ്മളത് തരണം ചെയ്യാൻ നമുക്ക് പറ്റണം, മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം എന്നുള്ളത്. ചില സമയം നമുക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ചില സമയം കുറച്ച് സമയം എടുത്തേക്കാം, കുറച്ച് ലേറ്റ് ആയേക്കാം. പക്ഷെ എന്നാലും നമ്മൾ വിട്ടു പോകരുത്. നിങ്ങൾ ഈ ബിസിനസിന്റെ സാധ്യത നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ പ്ലാൻ നിങ്ങൾ തലയിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നിങ്ങൾക്കൊരു മനസ്സ് മടുപ്പ് വരില്ല എന്നുള്ളത്, അല്ലെ. ഇതാദ്യം മനസ്സിലാക്കുക. നമ്മുടെ തലയിൽ വിട്ടുപോകാത്തൊരു മനസ്സായിരിക്കണം. എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മൾ വിട്ടുപോകരുത്. പോകുന്ന വഴികളിൽ പല പ്രതിസന്ധികൾ. ഇപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ ചെളി ഉണ്ടെങ്കിൽ ചെളി തട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പോകുന്ന വഴിയിൽ ചെളിയുണ്ട് പക്ഷെ എനിക്ക് ചെളി തട്ടാൻ പറ്റില്ല, നമ്മൾ ആ ചെളി വലിയ സ്ഥലത്ത് നിന്ന് മാറി നടക്കണം, എന്നാൽ ചെളി തട്ടൂല, അല്ലെ. അതുപോലെ നമ്മളെ തളർത്തുന്ന ആളുകളുണ്ടാവും, അല്ലെ. നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലും നമ്മൾ മനസ്സിനെ തളർത്തുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങോട്ട് പറയുന്ന ആളുകളുണ്ടാവും. അവരെന്ത് ചെയ്യാ, തളർത്തുന്നവരെന്ത് ചെയ്യാ, നമ്മൾ അകറ്റി നിർത്തുക എന്നുള്ളതാണ്, അല്ലെ. അപ്പൊ തളർത്തുന്നവരെ നമ്മൾ അകറ്റി നിർത്തുക, അവരങ്ങോട്ട് വിട്ടേക്ക്. അവർക്ക് മറുപടി പറയാണ്ട് നമുക്ക് പോകണം. നമ്മൾക്ക് അതിന് വേണ്ടത് സമയമല്ല. അതായത് നമ്മൾ കുറെ കളിയാക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. കളിയാക്കുന്ന ആളുകളോട് നമ്മൾ തിരിച്ച് കളിയാക്കാൻ നമ്മൾ നിൽക്കുന്നു വേണ്ട, അങ്ങ് വിട്ടേക്ക്. നമ്മൾ കേട്ടിട്ട് അങ്ങ് വിട്ടേക്കുക. നമ്മൾക്ക് എന്താണ് അവരോട് അതേ രീതിയിൽ പ്രതികരിക്കാനൊന്നും നമുക്ക് സമയമില്ല. നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് സമയം കൊടുക്കാനുള്ളത് മൈ ലൈഫിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നേരത്തെ കളിയാക്കിയവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, മധുര പ്രതികാരം വിജയിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറയുന്നത്. നമ്മൾ ആരോടും എന്ത് വേണ്ട വിദ്വേഷമോ അല്ലെങ്കിൽ ഒരു പ്രതികാര ബുദ്ധിയോ അസൂയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണിക്കേണ്ട എന്നുള്ളതാണ്, അല്ലെ. അപ്പൊ നമ്മൾ എന്തായാലും ലോകത്ത് മനുഷ്യരാണ്, അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളായാലും മനുഷ്യരായാലും മരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്താണ് ഉറപ്പാണ്, അല്ലെ. നമ്മളെല്ലാവരും മരിക്കും. അതിനകത്ത് ഒരു തർക്കമില്ലാത്ത ആളുകളാണ് നമ്മൾ.
അങ്ങനെ മരിക്കും എന്ന് അറിഞ്ഞിട്ടും നമ്മൾ ജീവിക്കുന്നില്ലേ? അതുകൊണ്ട് പിന്നെ നമുക്ക് വിജയിക്കും എന്ന് തോന്നുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തോൽവി എന്ന ഒരു പ്രശ്നമേ അല്ല. തോൽക്കുന്ന സമയത്ത് നമുക്ക് ഭയമൊന്നും വേണ്ട, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? വിജയിക്കണം എന്ന് വിചാരിച്ച് തോൽവികൾ നമ്മൾ വന്നോട്ടെ, അതിലൂടെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാകും, അല്ലെ? അതായത് എവരി ബാഡ് മൊമെന്റ്, അല്ലെ? എവരി ബാഡ് മൊമെന്റ് എന്ന് പറഞ്ഞാല് ഒരുപാട് പെയിൻ ഉണ്ടാക്കുന്ന സമയം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളിലൂടെയൊക്കെ അവസരത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. ആ സമയത്തൊക്കെ നമുക്ക് വലിയ പെയിൻ, വേദനകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും, അല്ലെ? അങ്ങനെ നമ്മൾ വേദന അനുഭവിച്ച് എവരി പെയിൻ ഈസ് എ ലെസൺ എന്നാണ്. അതായത് എവരി ബാഡ് ഇസ് എ പെയിൻ. ഒരുപാട് പെയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. എവരി പെയിൻ ഇസ് എ ലെസൺ. അതായത് ഒരുപാട് വേദനകൾ നമ്മൾ അനുഭവിച്ച സമയത്ത് അതിൽ നിന്നൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പഠിക്കാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവും, അല്ലെ? അങ്ങനെ എവരി ലെസൺ ഇസ് എ ചേഞ്ച് എ പേഴ്സൺ എന്നാണ്. അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന സമയത്താണ് ഒരാളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെ? അതായത് ഒരുപാട് വേദനകളിലൂടെ നമ്മൾ മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വല്ലാത്ത വേദനകൾ ഉണ്ടാകും. ആ വേദനകളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവത്തിലൂടെ പഠിക്കാന്നൊക്കെ പറയുന്നില്ലേ? അങ്ങനെ വേദനകളിലൂടെ നമ്മൾ അനുഭവിച്ച് പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് പറ്റും, പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ച കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് പോകുമ്പോഴാണ് ഒരു മനുഷ്യന് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾക്കൊന്നും ഇതിനകത്തൊന്നും പേടിക്കാനോ സങ്കടപ്പെടാനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാ? എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് വേദനകൾ അനുഭവിക്കേണ്ടി വന്നാലും നമ്മളത് കാര്യങ്ങൾ എന്ത് ചെയ്യാ? നമ്മള് മനസ്സിലാക്കിയ കാര്യം അത് നല്ലതാണെന്ന്, അല്ലെ? നമ്മളിപ്പോ മൈലൈഫിനെ കുറിച്ച് അടിപൊളിയാണ്, സംഭവം പ്രൊഡക്റ്റ് അടിപൊളിയാണ്, ഇൻകം പ്ലാൻ അടിപൊളിയാണ്, ആഴ്ചയിൽ വരുമാനം കിട്ടുന്നുണ്ട്, നന്നായി ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നല്ല വരുമാനം വാങ്ങിക്കാം. ഇത് നമ്മൾ മനസ്സിലാക്കിയ ആളുകളാണ്, നമുക്ക് ബോധ്യപ്പെട്ട ആളുകൾ. അപ്പൊ നമ്മൾക്ക് ബോധ്യപ്പെട്ട കാര്യം ശരിയാണെന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കരുത്. പുറകുനിന്ന് ആര് വിളിച്ചാലും നമ്മൾ തിരിഞ്ഞു നോക്കരുത്. ഒറ്റ പോകാം. മുന്നോട്ടുള്ള കാര്യം മാത്രമേ മുന്നോട്ടുള്ള യാത്രകൾ മാത്രമേ നമ്മൾ മനസ്സിലുണ്ടാകാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിലൊക്കെ, അല്ലെങ്കിൽ നമ്മളെ സമയവും നമ്മളെ ബുദ്ധിയും നമ്മൾ പരമാവധി മൈലേജിൽ നമ്മൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ഒരുപാട് ലീഡേഴ്സ്, അല്ലെ? അവര് ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാം, അല്ലെ? ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ലോകത്ത് രണ്ട് ടൈപ്പിലാണ് ആളുകൾ ജീവിക്കുന്നത്. ഒന്ന് വരുമാനത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ മറ്റൊന്ന് ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇതിൽ നമ്മൾ ഏതിൽ പെടണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം. നിങ്ങൾക്ക് വരുമാനത്തിനനുസരിച്ച് ജീവിച്ചാൽ മതിയെങ്കിൽ നിങ്ങൾ നിലവിൽ ചെയ്യുന്ന ജോലി ചെയ്ത് പോയാൽ മതി. അല്ല, നിങ്ങൾക്ക് ആഗ്രഹം, മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങൾ വെച്ചിട്ടുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് ഈ ലോകത്തോട് വിട പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മൈ ലൈഫ് അല്ലാതെ വേറെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ മൈ ലൈഫിന് വേണ്ടി മാത്രമേ നിങ്ങൾ സമയം കൊടുക്കാൻ പറ്റൂ. നിങ്ങൾ മൈ ലൈഫിന് വേണ്ടി മാത്രമേ നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റും. അപ്പോ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ ഒരുപാട് ട്രെയിനിങ്ങും കാര്യങ്ങളും FSS, GTS, വൺ ഡേ ട്രെയിനിങ്ങും 2 ഡേ ട്രെയിനിങ്ങും എല്ലാം നമ്മൾ കേൾക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ചെയ്യേണ്ടതും തീരുമാനം എടുക്കേണ്ടതും നമ്മൾ മാത്രമാണ്. നിങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ട് വന്നാലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലീഡർ വരും, അല്ലെ? ആ തീരുമാനം എടുപ്പിക്കാൻ വേണ്ടി ഒരാൾക്കും പറ്റൂല. അത് നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടതാണ്. അതിന്റെ അപ്പുറത്ത് വേറെ ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ആസ്വദിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മാറാനുള്ള ഒരു അവസരം മൈലേക്ക് തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ എല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയ അല്ലെങ്കിൽ പല പ്രതിസന്ധികൾ കൊണ്ട് പല കാരണത്താൽ ഇന്നത്തെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്താൻ കഴിയാത്ത എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിലൂടെ മൈലേജിലൂടെ വലിയ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു സെഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലെന്ന് അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഒരു ചെറിയൊരു സെഷൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.